നമ്മൾ ഈ സീറോ കോൺട്രാസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി എല്ലാവരും പറയുന്നുണ്ട്. 26 വയസ്സുള്ള കോഴിക്കോട് നിന്നുള്ളൊരു ബാലൻ, അതായത് 26 വയസ്സ് ബാലനെ നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹത്തിന് ക്രിയാറ്റിനിൻ 5.8 ആയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കല്യാണമെല്ലാം ഉറപ്പിച്ച് ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മളെ വന്ന് കണ്ട് ഒരു ആൻജിയോഗ്രാം ചെയ്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പം ഈ സീറോ കോൺട്രാസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ഡയാലിസിസ് ഒഴിവാക്കുന്ന നമ്മൾ ഭാഗ്യവശാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് നമ്മളാണ്. ഏകദേശം 125ഓളം കേസുകൾ ഈ ആശുപത്രി തന്നെ ചെയ്യാൻ നമുക്ക് ഭാഗ്യമുണ്ടാകുക മാത്രമല്ല അതൊരു നിർഭാഗ്യവും കൂടെയാണ്. ഇത്രയും രോഗികൾ ഉണ്ടല്ലോ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. ശരിക്കും ഈ സീറോ കോൺട്രാസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി എങ്ങനെയൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രിവലൻസ് എന്ന് ഇന്ത്യയിൽ വരുന്നത്? മനുവിൻ്റെ ഒരു പേഴ്സണൽ വ്യൂ എന്താണ്? നമുക്കറിയാം സീറോ കോൺട്രാസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി എന്താണ്, കോൺട്രാസ്റ്റ് എന്താണ്, ആൻജിയോപ്ലാസ്റ്റി എന്നറിയണം. നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൃദയ രക്തധമനിയിലെ തടസ്സങ്ങൾ നീക്കുന്ന ഒരു ചികിത്സാ വിധിയാണ്. ഹൃദയ രക്തധമനിയിൽ നമ്മൾ ദൃശ്യവൽക്കരിക്കാൻ ഇമേജിങ് ചെയ്യുന്നതിന് നമ്മൾ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞൊരു മഷി, നോൺ അയണിക് അഡിനേറ്റഡ് കോൺട്രാസ്റ്റ്, ഒരു ഡൈ നമ്മൾ രക്തധമനിക്കകത്ത് ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് അത് എക്സ്റേ എടുത്ത് നോക്കുന്നത്. അപ്പോൾ ഈ കോൺട്രാസ്റ്റ് ഡൈ വൃക്കകൾ വഴിയാണ് പോകുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ വൃക്കകളെ ബാധിക്കാം. പ്രത്യേകിച്ച് ദീർഘകാല പ്രമേഹമുള്ളവർക്കോ അല്ലെങ്കിൽ നേരത്തെ വൃക്കരോഗ അസുഖമുള്ളവർക്കോ ആയിരിക്കാം. പ്രത്യേകിച്ച് ക്രിയാറ്റിൻ 1.2 മേലുള്ളവർക്ക് വൃക്കരോഗം ഉണ്ടെന്നാണ് പറയുന്നത്. അത്തരം രോഗികൾക്ക് നമ്മൾ കോൺട്രാസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അവരുടെ വൃക്കരോഗം വേഴ്സൺ ചെയ്യാൻ, അതായത് പിന്നെയും കുറയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഡയാലിസിസിലോട്ട് എത്തിപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം രോഗികളിൽ കോൺട്രാസ്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുമെന്നുള്ള ഇപ്പോൾ നൂതന സാങ്കേതിക വിദ്യയിലൂടെ ഇപ്പോൾ സാധ്യമാണ്. അത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമ്മൾ രക്തധമനി ദൃശ്യവൽക്കരിക്കാനായിട്ട് രക്തക്കുഴലിനകത്തൊരു അൾട്രാസൗണ്ട് നമ്മളൊരു കത്തീഡ്രൽ പ്രോബ് അകത്തോട്ട് കയറ്റിവിടുകയും അതൊരു ത്രിമാന ചിത്രം, ഒരു 3 ഡയമെൻഷണൽ ചിത്രം കിട്ടുകയും ചെയ്യും. അതുവഴി നമുക്ക് ഈ രക്തക്കുള്ള ബ്ലോക്ക് ഒരു തുള്ളി കോൺട്രാസ്റ്റ് ഉപയോഗിക്കാൻ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ച് ടെക്നിക്കലി സൗണ്ട് ആവണമെന്ന് മാത്രമേ. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റ്, വളരെ സീനിയർ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ ദീർഘകാല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇന്റർനാഷണൽ കാർഡിയോളജിസ്റ്റ്, 2 പേരുടെ സഹായം വേണം. ഒരാൾ ഐവസ് ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരാളും വേണം, ഒരാള് ആൻജിയോപ്ലാസ്റ്റി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന അത്തരം രോഗികൾ നമുക്ക് ഈ പ്രത്യേകിച്ച് ദീർഘകാല പ്രമേഹമുള്ള രോഗികൾക്ക് അല്ലെങ്കിൽ വൃക്കരോഗമുള്ളവർക്ക് നമുക്ക് ഈ കോൺട്രാസ്റ്റ് ഉപയോഗിക്കാതെ തന്നെ, അല്ലെങ്കിൽ വളരെ കുറച്ച് കോൺട്രാസ്റ്റ് ഉപയോഗിച്ച് തന്നെ നമുക്കിപ്പോൾ വളരെ സങ്കീർണമായ ആൻജിയോപ്ലാസ്റ്റി തന്നെ നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയും. അപ്പൊ ഈ എല്ലാവർക്കും ഐവസ് തന്നെ ഉപയോഗിക്കണോ, അല്ലെങ്കിൽ ഈ OCT എന്നുള്ള സാറിന് OCT നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കോൺട്രാസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഒപ്പം അത് കോൺട്രാസ്റ്റ് ഇല്ലാതെ തന്നെ സലൈൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട് സാർ. സലൈൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് OCT വെച്ചിട്ട് നമുക്ക് കോൺട്രാസ്റ്റ് ഉപയോഗിക്കാതെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ ഈ സീറോ കോൺട്രാസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ഈ ഹൃദയത്തിന്റെ പ്രവർത്തനം കുറയുന്നവർക്ക് 20%, കൽക്കട്ടയിൽ തന്നെ ഒരു പേഷ്യന്റ് ലൈവ് ആൻജിയോപ്ലാസ്റ്റി എന്ന് ഞാൻ ചെയ്യാൻ അവരെൻ്റെ 20% ഉള്ളു ഹാർട്ട്, പക്ഷെ ക്രിയാറ്റിൻ 1.8 ആയിരുന്നു. അവരെൻ്റെ സീറോ കോൺട്രാസ്റ്റ് PCI ചെയ്യാമെന്ന് ചോദിച്ചു. ഹൃദയത്തിന്റെ പ്രവർത്തനം കുറയുന്നവർക്കും ഇതിന് ഉപയോഗമാണ്. അതെ, കാരണം നമ്മൾ കോൺട്രാസ്റ്റ് ഉപയോഗിക്കും തോറും നമ്മളെ രക്തത്തിന്റെ ഇൻട്രാവാസ്കുലർ വോളിയം കൂടി പെട്ടെന്ന് ശ്വാസമുള്ളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ ഉണ്ട്. അത്തരം രോഗികൾക്ക് നമ്മൾ കോൺട്രാസ്റ്റ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഈ സ്കാൻ ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് ഉപയോഗിച്ച് നമുക്ക് ഈ ഹൃദയത്തിന്റെ പ്രവർത്തനം കുറവുള്ളവർക്കും ചെയ്യാം. അവർക്ക് വൃക്കരോഗം വേണമെന്നില്ല, പക്ഷേ ഹൃദയ പ്രവർത്തനം ഉള്ളവർക്ക് നമുക്ക് ഈ മിനിമൽ വൃക്കരോഗമുണ്ട്, ഹൃദയത്തിന്റെ പ്രവർത്തനം കുറവുന്നവർക്കും ഇത് ഉപയോഗപ്രദമാണ്. അപ്പൊ നമ്മൾ സാധാരണഗതി വൃക്കരോഗികൾ മരിക്കുന്നത് പലപ്പോഴും നമ്മളുടെ വിചാരം അവർ ശരിക്കും പറഞ്ഞാൽ 3 മാസം 4 മാസം മുമ്പ് നമ്മൾ കാണുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കും. പിന്നെ ഒരു ഡയാലിസിസ് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ വളരെ മോശമാവും. അപ്പോൾ ഇവർ മോശമാവുന്നതിന് മുമ്പ് ഡയാലിസിസ് ഒഴിവാക്കി ഇവരെ ചികിത്സയിൽ എത്തിക്കുന്നത് ഒന്ന്. പലപ്പോഴും ഹൃദയാഘാതം ഞാൻ കേട്ടിട്ടുള്ളത് വൃക്കരോഗികളുടെ മരണത്തിന് 80% കാരണം ഹൃദയാഘാതം തന്നെയാണ്. അതെ, വൃക്കരോഗികളിൽ ബ്ലോക്കുള്ളവർക്ക് പൊതുവേ ഈ കാർഡിയോളജിസ്റ്റ് ഈ പറഞ്ഞ പോലെ ഈ വൃക്കരോഗം വേഴ്സണാവാൻ സാധ്യത ഉണ്ടായത് ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ബൈപ്പാസോ അവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കാറില്ല. അവരെ മിക്കവാറും മെഡിക്കൽ മാനേജ്മെന്റ് വിടാനാണ് സാധ്യതയുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ഈ നമുക്ക് മരുന്ന് ഈ കോൺട്രാസ്റ്റ് ഇല്ലാതെ തന്നെ ആൻജിയോപ്ലാസ്റ്റിയുള്ള സംവിധാനം വന്നതോടെ ഇത്തരം രോഗികൾക്ക് തീർച്ചയായിട്ടും അനുഗ്രഹം തന്നെയാണ്. പക്ഷെ ഇത് എല്ലാവരും ഞങ്ങൾ ചെയ്യും എന്ന് പറയുമ്പോഴും അതിനകത്ത് ഈ ടെക്നിക്കൽ സാങ്കേതിക വിദ്യയിലുള്ള ഒരു ചടുലത അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് മാത്രമല്ല സ്കാൻ ചെയ്ത് വ്യക്തമായി ഇത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഞാനെപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മളിപ്പം ഇവിടെ 2-3 പേര് എല്ലാവരും ഇതിനകത്ത് എക്സ്പേർട്ട് ആയതുകൊണ്ട് ഒരാൾ ഐവസ് നന്നായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരാളും ഒരു കാർഡിയോളജിസ്റ്റ്, ഇതൊരു കോമ്പിനേഷനാണ്. ടെക്നീഷ്യന് നന്നായിട്ട് ഇമേജ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ, ഇവരുടെ എല്ലാം കൂടെ സഹായത്തോടെ അത് ചെയ്യാം. അതെ, ഒരു ടീം വർക്കാണ്. സാധാരണ ആൻജിയോപ്ലാസ്റ്റി താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് സീറോ കോൺട്രാസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി കുറച്ച് സമയം എടുക്കുന്ന പ്രക്രിയയാണ്. സാമ്പത്തികമായിട്ടും കുറച്ച്, കാരണം നമ്മൾ ഒരുപാട് സ്കാനിങ് ഉപയോഗിക്കുന്നു, ഒരുപാട് മെറ്റീരിയൽ ഉപയോഗിക്കുന്നതാണ്, സാമ്പത്തികമായിട്ട് ഇച്ചിരി കൂടുതലായിരിക്കും. പക്ഷേ അതൊരു ടീം വർക്ക് വേണം. അവിടെ ഒരു വളരെ എക്സ്പീരിയൻസ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റിന്റെ സേവനം വളരെ പ്രധാനമാണ്. പിന്നെ ഈ ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു ടീമും അത്യാവശ്യമാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ് ഈ നമ്മളെ നെഫ്രോളജിസ്റ്റുകൾക്ക് പലപ്പോഴും ഇന്നും ഒരു ഓണം കേറാമൂലിയാണ്. അവരുടെ വിചാരം ഇത് എല്ലാവരും കോൺട്രാസ്റ്റ് ഉപയോഗിച്ച് പേഷ്യന്റിനെ ഡയാലിസിസ് വിടുമെന്നാണ്. നമ്മുടെ ഭാഗ്യവശാൽ നമ്മൾ ചെയ്ത 125 പേഷ്യൻസിലും ഒരാൾ പോലും ഡയാലിസിസിൽ പോകാതെ നമുക്ക് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഗ്ലോബലി തന്നെ ഇപ്പൊ മനു ആയാലും ഒരുപാട് ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ എഴുതിയേക്കുന്ന എല്ലാ ആർട്ടിക്കിളും
മനു ആയാലും ബ്ലസ്വനായാലും ഇവരൊക്കെ എഴുതിയേക്കുന്ന ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തേക്കുന്നത് നമ്മൾ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചികിത്സാ രീതി ഉപയോഗപ്പെടുന്നതാണ്. പൊതുവേ നമ്മൾ ആ 26 വയസ്സുള്ള ഒരാളിൻ്റെ കഥ നോക്കിയാൽ അയാളെ സംബന്ധിച്ച് ഡയാലിസിസ് ഒഴിവാക്കുക മാത്രമല്ല, അയാൾ നോർമൽ ലൈഫിലേക്ക് പോവുകയും ചെയ്തു. പക്ഷെ ക്രിയാറ്റിൻ കൂടുതലാണ്, ഇന്നും ക്രിയാറ്റിൻ കൂടുതലാണ്, പക്ഷെ ഡയാലിസിൽ പോയി. പക്ഷെ അത് മോശമായിട്ടില്ല. ആൻജിയോപ്ലാസ്റ്റി എത്ര ഒരു സങ്കീർണ്ണ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് പോലും അത് മോശമായില്ല. കാരണം അവിടെ കോൺട്രാസ്റ്റ് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് അത് മോശമാകുന്നത്. അതാ 6.8 ക്രിയാറ്റിൻ ഉണ്ടെന്ന് പുള്ളി 5.4 ആയപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു സ്യൂഡോ വാല്യൂ ആണ്. 6.8 നിങ്ങളുടെ ബേസ് ലൈൻ വാല്യൂ ആയിരിക്കും, പക്ഷെ ആ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള ചികിത്സാ രീതി ലഭ്യമാണെന്ന് മാത്രമല്ല, ഇത് നെഫ്രോളജിസ്റ്റുകളും ബോധ്യപ്പെടണം ഇങ്ങനെയുള്ള ചികിത്സാ രീതി പോസിബിൾ ആണ് എന്നുള്ളത്. സീറോ കോൺട്രാസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി ഒരു ലൈഫ് സേവിങ് ട്രീറ്റ്മെന്റ് ആണ്, പ്രിവെന്റിങ് ഡയാലിസിസ് ആണ്. ഇത് കൂടാതെ മനു പറഞ്ഞ കണക്ക് ഐവസ് ഇല്ലാതെ തന്നെ ഈവൻ OCT പോലും വെച്ച് ഉപയോഗിച്ച് ചെയ്യാം. എല്ലാ രക്തക്കുഴലിലും പറ്റിയില്ലെങ്കിലും സലൈൻ OCTയുടെ സഹായത്തോടെ ഇത് ചെയ്യാവുന്നതാണ്. ഇന്ന് സീറോ കോൺട്രാസ്റ്റ് ആൻജിയോപ്ലാസ്റ്റിക്ക് വൻ പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് സാധാരണ വൃക്ക രോഗികളിൽ ഈവൻ 1.82 ക്രിയാറ്റിൻ ഒക്കെ ഉള്ളവർക്ക് ഒരു ബോർഡർ ലൈൻ ക്രിയാറ്റിൻ എലിവേഷൻ ആണ്, പക്ഷെ ഡയാലിസിസ് പോയിട്ടില്ല, അവർക്കും ഇത് ഉപയോഗപ്പെടും. അതെ, ദീർഘകാല പ്രമേഹമുള്ളവർക്കും അങ്ങനെയുള്ളവർക്ക് ക്രിയാറ്റിൻ ചിലപ്പോൾ 1.2 ആയിരിക്കും. പക്ഷെ നമ്മളൊരു ആൻജിയോപ്ലാസ്റ്റി, പ്രത്യേകിച്ച് സങ്കീർണ്ണ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോഴത്തേക്ക് അത് പ്രായമുള്ള ദീർഘകാല പ്രമേഹമുള്ളവർക്ക് പ്രകടമായ കിഡ്നി തകരാറില്ലെങ്കിൽ പോലും, നമ്മൾ ബ്ലഡിൽ തകരാറില്ലെങ്കിൽ പോലും ഒരു സങ്കീർണ്ണ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ കിഡ്നി ഫംഗ്ഷൻ വേഴ്സൺ ആവാൻ സാധ്യതയുണ്ട്. അത്തരം രോഗികൾക്ക് നമുക്കിത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ശരി. Mediterranean Group of Hospitals.